ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം പുതിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ വലിയ വീഡിയോ ഒന്നുമല്ല, കൊച്ചൊരു വീഡിയോമാണ്. വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ. എന്നും പതിപോലെ തന്നെ അല്ലേ, രാവിലെ എഴുന്നേൽക്കുക, അടുക്കളയിൽ കയറുക, ഇതൊക്കെ തന്നെ പരിപാടിയല്ലേ. അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്ത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം കേട്ടോ. അതിൻ്റെ കൂടെ ഉണക്കമീനും വറുത്ത് കിഴങ്ങ് തീയൽ ഇന്നലെ വൈകിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് രാവിലെ കാപ്പിക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ ചോറിന് ഉണ്ടാക്കിയതാണ് കിഴങ്ങ് തീയൽ. അപ്പോൾ ഇച്ചിരി അധികം വെച്ചു. അപ്പോൾ രാവിലത്തേക്കും കൂടെ ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്പം കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം, കാപ്പി ഉണ്ടാക്കണം, ചോറ് വെക്കണം, പിന്നെ നമുക്ക് ഒത്തിരി പണിയുണ്ട് കേട്ടോ. ഇന്നലെ തീർത്ത് സുഖമില്ലാത്തതുകൊണ്ട് കാടക്കൂടൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല. ഇന്ന് അല്പം പനിയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇന്ന് കാടക്കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. ഒന്നിരാടം ദിവസങ്ങളും കാടക്കൂട് വൃത്തിയാക്കണം കേട്ടോ. ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നതാണ് കേട്ടോ, ഇല്ല നമുക്ക് ഇരട്ടി പണിയാവുമേ. അപ്പോൾ ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നതായിരുന്നു, ഇന്നലെ ഒന്നും വൃത്തിയാക്കാൻ പറ്റില്ല. ഇനി അതും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ ഓരോരോ പണികളുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്ന നമ്മൾ റെസിപ്പിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിച്ച് പിന്നെ പച്ചമുളകും കോവയ്ക്കായും സബോളയെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്ന എണ്ണയിലിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. നന്നായി വെന്ത് കഴിയുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം, വളരെ സിമ്പിളായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ മീൻ വറുത്തൊക്കെ കോരിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ കിഴങ്ങ് തീയൽ ഞാനൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ എടുത്തു കേട്ടോ. ഏറെ കിഴങ്ങിട്ട് ചാറ് കുറച്ചുമാണ് വെച്ചത് കേട്ടോ. മക്കൾക്കെല്ലാം കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കിഴങ്ങ് ഏറെ ഇട്ടിട്ട് ചാറ് കുറച്ച രീതിയിലാണ് വെച്ചേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം വെള്ളം തിളപ്പിച്ച് നേരത്തെ വെക്കാൻ മറന്നുപോയി കേട്ടോ. ലൈറ്റ് ചൂടിൽ പൂരിക്ക് മാവ് കുഴച്ച് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ, ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ. അപ്പോൾ ഇന്ന് ഒഴിച്ച് നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ, നല്ല തിളച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചെടുത്തത്. ഇനി ഉണ്ടാക്കി വരുമ്പോൾ എന്താവും എന്നറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്ത് ലാസ്റ്റ് അതൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ടോ. പരത്തുന്നത് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ പോയിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് എടുക്കുമ്പോൾ എന്താകും അറിയത്തില്ല കേട്ടോ. പിന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ചപ്പാത്തി പലക, അതായത് നമുക്ക് ഈ മാവ് പരത്തുന്ന പലകയുണ്ട്. എന്നാലും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. എപ്പോഴും നല്ല നീറ്റാക്കി ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ വൃത്തികേടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ വെച്ചാണെങ്കിലും പരത്തിയെടുക്കാം. എന്നാൽ തന്നെ ഒന്നുകൂടെ തുടച്ച് പറക്കിയെടുത്ത് ആദ്യം ഒരു മാവ് ബോൾ വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ഇതാക്കി കളഞ്ഞതിന് ശേഷമാണ് ഞാനത് അവിടെ തന്നെ വെച്ച് പരത്തിയെടുക്കുന്നത് കേട്ടോ. എനിക്ക് പലകയിൽ വെച്ച് പരത്തിയെടുക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് ഇവിടെ വെച്ചിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഷേപ്പൊന്നും നോക്കല്ലോ കേട്ടോ, അത്യാവശ്യം ഈ ഷേപ്പിലൊക്കെ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നിച്ചിരി പരത്തിയപ്പോഴത്തേക്ക് എന്തോ ഓർത്തിരുന്ന് പരത്തിയതാണ് കേട്ടോ. അല്പം വട്ടം കൂടിപ്പോയിട്ടുണ്ട്. ചപ്പാത്തി പരത്തുന്ന ഇതിലായിപ്പോയി കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിലൊക്കെ തന്നെ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കൾക്ക് പോകേണ്ട സമയമൊക്കെ ആയി. 10ാം ക്ലാസ്സുകാർക്ക് 8:30 ആകുമ്പോൾ സ്കൂളിൽ എത്തണം. 8:30ക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 8 മണിയാകുമ്പോഴെങ്കിൽ ഇറങ്ങിയാലേ കറക്റ്റ് 8:30ക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ മക്കൾ പോകാൻ ധൃതിയൊക്കെ വെക്കുന്നു. അങ്ങനെ ഞാൻ പൂരിയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് പോയിട്ട് അല്പം ഇച്ചിരി പൊങ്ങാൻ എന്ന് വെച്ചാൽ നല്ല കൊമ്മള പോലെ വന്നില്ല. പൊങ്ങിയിട്ടുണ്ട്, എന്നാലും നല്ല കൊമ്മള പോലെ വന്നില്ല എന്നൊരു കുഴപ്പമുള്ളായിരുന്നു കേട്ടോ. പക്ഷേ കിഴങ്ങ് തീയലും കൂട്ടി തിന്നാൻ നല്ല രുചിയുണ്ടായിരുന്നു. പൂരി മൈദ ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പൂരിയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊണ്ടുപോകാൻ ഒക്കെ എടുക്കുന്ന ഭാഗമാണ്. അങ്ങനെ ഉണക്കമീൻ വറുത്തതും കോവയ്ക്കാൻ മെഴുക്കോട്ട് പിന്നെ കിഴങ്ങ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം കിഴങ്ങ് കറിയിൽ നിന്ന് കിഴങ്ങൂടെ വെച്ചിട്ടാണ് മക്കൾക്ക് കൊണ്ടുപോകാൻ ഞാൻ പാത്രങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ചോറും പാത്രവും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്തു. അപ്പോഴാണ് അവിടെ ഇന്നലെ ഒരു ചേച്ചി മുട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കുള്ള നേരത്തെ ഞാൻ എടുത്ത് വരുമ്പോഴേ കൊടുക്കാൻ വേണ്ടി എടുത്ത് കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു എണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം 50 മുട്ട വെച്ച് 2 കിറ്റ് ഞാൻ എടുക്കുവാണേ. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട്
കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ആദ്യം ചെറിയ ചെറിയ മുട്ടകളായിരുന്നു, ഇപ്പം നല്ല മുഴുത്ത മുട്ടകൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നന്ന് ഇടുന്ന മുട്ട നമുക്ക് സെയിലാക്കി കൊടുക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കടയിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല ഇത് കൊടുക്കണം എന്നൊക്കെ ഉള്ള തീരുമാനത്തിലാണൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം എന്താണെങ്കിലും ഇടുന്ന മുട്ട അന്നന്ന് സെയിലായി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ മുട്ടയും കാര്യങ്ങളെല്ലാം പറക്കിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്കുടെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോയുടെ അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റുകയും ചെയ്യുമല്ലോ. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ അവർക്ക് മുട്ട കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ എടുത്തു കൊടുത്തു, ബാക്കി എടുത്ത് അവിടെ വെച്ചു. പിന്നെ മക്കൾക്ക് കട്ടൻ ചായയാണ്, പാൽ ചായ ഇല്ല, കട്ടൻ ചായയും പൂരയും കിഴങ്ങറിയൊക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ മക്കളെ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയുടെ കോലം കണ്ടാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഒന്നേന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകണം, അടുക്കള വൃത്തിയാക്കണം, റൂമുകൾ വൃത്തിയാക്കണം, അങ്ങനെ ആകെപ്പാടെ ജോലികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ പൈനാപ്പിളും മാങ്ങയൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ് കേട്ടോ കച്ചവടത്തിനുള്ള. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് ഒതുക്കി പറക്കി വെച്ചു. കഴുകി പറക്കി എല്ലാം നീറ്റാക്കി തന്നെ അടുക്കി പറക്കി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ കൊണ്ടുപോകാനുള്ള ഇന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ എടുത്തിട്ടുള്ളത്, കുറച്ച് നെല്ലിക്കയും കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് എടുത്തു. അതുപോലെ തന്നെ പച്ചമാങ്ങ ഇന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് നേരം ഇരുന്ന് കച്ചവടം ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ഹോസ്പിറ്റൽ വരെയൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ പൈനാപ്പിൾ ഓൾറെഡി അവിടെ കൊണ്ടുവച്ചത് ഇരിപ്പുണ്ട് കേട്ടോ. അതിനുശേഷം വീടും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടതൊക്കെ ഒതുക്കി പറക്കി. പിന്നെ ഏറ്റവും വലിയ ചടങ്ങ് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടേത് ഈ തുണി മടക്കൽ. തുണി 2 ദിവസം 3 ദിവസത്തെയൊക്കെയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്നലെ വെയിൽ വന്നപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി പറക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിനി മടക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് തുണികളുണ്ടായിരുന്നു, അതും കഴുകിയൊക്കെ പറക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഴ വന്നാൽ പിന്നെ ആകെപ്പാടെ ചടങ്ങാണ് കേട്ടോ. മക്കളാണെങ്കിലും തുണികൾ വലിച്ച് വാരി എടുത്ത് ഒന്നിട്ട് നനഞ്ഞാൽ പിന്നോട്ടന്നെ മാറില്ല, അങ്ങനെ ആവശ്യത്തിന് തുണികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാർ ചെടികളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ നിന്ന് മേടിച്ച് ചെടികളൊക്കെയാണ് ഞാൻ കുഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ എൻ്റെ മക്കൾ ടൂറ് പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ പേരൊക്കെ എഴുതിയുള്ളൊരു കീ ചെയിൻ, സ്കൂട്ടിയുടെ ചാവിയിലിടാൻ പറ്റിയ ഒരു കീ ചെയിൻ കൊണ്ടുത്തന്നു. അതുപോലെ തന്നെ ഒരു പേഴ്സ്, ഒരു ക്ലിപ്പ്, ഇതൊക്കെ എൻ്റെ മക്കളെ എനിക്ക് ടൂറ് കഴിഞ്ഞ് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. വളരെയധികം സന്തോഷമാവുകയും ചെയ്തു കേട്ടോ ഇതൊക്കെ കൊണ്ട് തന്നപ്പോഴത്തേക്കും. ഞാൻ ആഗ്രഹിച്ചിരുന്ന സൈസിൽ തന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കീ ചെയിൻ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് കാടക്കൂട്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ കാടക്കൂട് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ കുളിച്ച് കയറാമല്ലോ എന്ന് ഓർത്താണ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് കാടക്കൂട്ടി വരുന്നത്. അപ്പോൾ ഇന്നലെ വൃത്തിയാക്കിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഏത് സമയവും ഈ കാട്ട ഇങ്ങനെ തിങ്ങിക്കിടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത് തിന്നുന്ന മുഴുവൻ കാട്ടമാക്കി കളയാൻ തോന്നും കേട്ടോ. എപ്പോൾ നോക്കിയാലും കാട്ടം തിങ്ങിക്കാണ്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ നമ്മൾ കച്ചവടത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയും പൈനാപ്പിളും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. നെല്ലിക്ക മാങ്ങയൊക്കെ ടിന്നി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം രാവിലെ വന്നപ്പം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെത്തിപ്പറക്കി കൊടുത്തതിൻ്റെയാണ്. അതെല്ലാം കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ലാസ്റ്റ് വൈകിട്ടായി, സന്ധ്യയായി. അപ്പോൾ വന്ന പാടെ നമ്മൾ കാടക്കൂട്ടിലേക്കാണ് കേട്ടോ. ഈ മുട്ട പറക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ചെറുക്കായും കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുട്ട പറക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുട്ട കൂടുതലും ഇങ്ങോട്ട് താഴേക്ക് വരികയല്ല, അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ കൈയിട്ട് പിന്നെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ എടുക്കണം. ഈ മുട്ട പറക്കി എടുക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി അതിൻ്റെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കല്ലേ. ചിലത് വെള്ളയായിട്ട് തന്നെ കാണുന്നുണ്ട് മുട്ട. അതൊക്കെ ചെറുക്കനെടുത്ത് കാണിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ മുന്നിലെടുത്ത വീഡിയോക്കൊക്കെ സപ്പോർട്ട് തന്നതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.